സോ വെക്റ്റർ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വെക്റ്റർ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എ ക്രോസ് ബി, രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഇത് കണ്ടുപിടിക്കുന്നത് ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് magnitude of A into magnitude of B into sin theta n cap ആണ്. So theta is the angle between A and B and n cap is the direction perpendicular to A and B. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ വെക്റ്റർ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഇതെന്ന് കിട്ടുന്ന ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. സ്കേലാർ പ്രൊഡക്റ്റിന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ വെക്റ്റർ. ഓക്കെ, അവിടെ അതൊരു സ്കെയിൽ അല്ലെങ്കിൽ റിയൽ നമ്പർ ആയിരുന്നു. ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ ഇവിടെ ഇറ്റ്സ് എ വെക്റ്റർ. ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് ഇസ് എ വെക്റ്റർ. പിന്നെ നമുക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, എ ഓർ ബി ആരെങ്കിലും ഒരാൾ സീറോ വെക്റ്റർ ആണ് എങ്കിൽ, ഏതെങ്കിലും ഒരു വെക്റ്റർ ഇതിനകത്ത് സീറോ വെക്റ്റർ ആണെങ്കിൽ നമ്മൾ ആ തീറ്റ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എ ക്രോസ് ബി ആ കേസിൽ സീറോ ആണെന്ന് ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എ ആൻഡ് ബി നോൺ സീറോ ആണ് എങ്കിൽ, എ ബി നോൺ സീറോ വെക്റ്റേഴ്സ് ആണ് എങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും സീറോ വരിക? എ ക്രോസ് ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോൺ സീറോ വെക്റ്റേഴ്സിന്റെ കേസിൽ എ ക്രോസ് ബി സീറോ ആകുമ്പോൾ അതിനർത്ഥം എന്താണ്? എപ്പോഴാണ് സീറോ ആകുക? ഇതിനകത്ത് സീറോ ആകാൻ സൈൻ തീറ്റയാണ് സീറോ ആകുക അല്ലേ? കാരണം ഇത് രണ്ടും നോൺ സീറോ ആയതുകൊണ്ട് ഇത് സീറോ ആകില്ല. പിന്നെ അവിടെ സീറോ ആകാൻ ചാൻസ് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ സീറോ ആവുന്നത് എപ്പോഴാണ്? തീറ്റ ഈക്വൽ ടു സീറോ ആകുമ്പോൾ. അപ്പോൾ ദാറ്റ് മീൻസ് തീറ്റ സീറോ മീൻസ് എ ഈസ് പാരലൽ ടു ബി ആയിരിക്കും. ഓക്കെ, അപ്പം എ ആൻഡ് ബി നോൺ സീറോ വെക്ടേഴ്സ് ആണെങ്കിൽ എ ക്രോസ് ബി സീറോ ആകുന്നത് വെൻ എ ഈസ് പാരലൽ ടു ബി ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു സീറോ ആകുമ്പോൾ. ഓക്കെ, ആ കേസിൽ മാത്രം രണ്ടും വേറെ വേറെ വെക്ടേഴ്സ്, അതായത് എ ബി രണ്ട് വെക്ടേഴ്സ് ആകുന്ന കേസിൽ തീറ്റ സീറോ ആവുന്നു. ഇതേപോലെ തന്നെ എയും എ ക്രോസ് എ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് എ വിൽ ബി സീറോ ബിക്കോസ് അവിടെയും തീറ്റ ഈക്വൽ ടു സീറോ ആണ്, സെയിം വെക്ടർ ആണ്, ആംഗിൾ ഇല്ല. അതേപോലെ തന്നെ എ ക്രോസ് മൈനസ് എ ചെയ്താലും, എ ക്രോസ് മൈനസ് എ ചെയ്യുമ്പോഴും നമുക്ക് സീറോ ആണ്. കാരണം തീറ്റ അവിടെ എത്രയാണ്? അപ്പോൾ 180 ഡിഗ്രി ആണ്, പൈ ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസസിലൊക്കെ രണ്ടും എയും ബിയും ഡിഫറെന്റ് വെക്ടേഴ്സ് ആണെങ്കിൽ എ പാരലൽ ടു ബി ആണെന്ന് നമുക്ക് പറയാം. എ ക്രോസ് ബി ഈക്വൽ ടു സീറോ ആകുമ്പോൾ സെയിം വെക്ടർ ആവുന്ന കേസിൽ വിച്ച് മീൻസ് തീറ്റ സീറോ ആണ്, സെയിം വെക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പം സെയിം വെക്ടർ ആകുമ്പോഴും നെഗറ്റീവ് വെക്ടർ ആകുമ്പോഴും ക്രോസ് പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ആണെങ്കിലോ? തീറ്റ പൈ ബൈ ടു ആണെങ്കിൽ വി ഹാവ് എ ക്രോസ് ബി എന്ന് പറയുന്നത് sin pi by 2, sin 90 is 1. So A cross B is just the product of magnitudes. Okay, A into B magnitudes just multiply ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ ചെയ്ത പോലെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഐ ജെ കെ എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ അവരുടെ കേസിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഐ ജെ ആൻഡ് കെ. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ അവിടെ കണ്ട ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ കണ്ടിരുന്നു ഐ ഡോട്ട് ഐ അല്ലെങ്കിൽ ജെ ഡോട്ട് ജെ ഓർ കെ ഡോട്ട് കെ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് സെയിം വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. സോ അവർ യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ആൻഡ് അവർ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ, അതായത് ഐ ഡോട്ട് ജെ ഓർ ജെ ഡോട്ട് കെ ഓർ കെ ഡോട്ട് ഐ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക സീറോ ആയിരിക്കും. കാരണം അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന്റെ കേസിൽ എങ്ങനെയാ വരിക? ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞു സെയിം വെക്ടർ ആണ് എങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ എന്തേ കിട്ടുള്ളൂ? സീറോ. സോ ഐ ക്രോസ് ഐ ചെയ്താലും ജെ ക്രോസ് ജെ ചെയ്താലും കെ ക്രോസ് കെ ചെയ്താലും സീറോ ആയിരിക്കും. ബിക്കോസ് ആംഗിൾ 0 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവരുടെ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ ഐ ക്രോസ് ജെ എടുത്താൽ എന്ത് കിട്ടും? നമുക്കറിയാം ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്, ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. സോ ഐ ഡോട്ട് ജെ എന്ന് പറയുമ്പോൾ
നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഐയുടെ ഡയറക്ഷൻ, അതായത് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ കൈ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഐയിൽ നിന്നും എക്സിൽ നിന്നും വൈയിലേക്ക് കേൾ ചെയ്ത് കൊണ്ടുവരിക വിരലുകളെ. അപ്പൊ നമ്മുടെ തമ്പ് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്? സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഐ ക്രോസ് ജെയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കണം? കെ ക്യാപ്പിന്റെ ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ്സ് 1 ആയതുകൊണ്ട് അവിടെ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡും 1 തന്നെയായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ ഒരു എക്സ് വൈ ആക്സിസുകൾ വരയ്ക്കാം. ഓക്കെ, എക്സ് വൈ ആൻഡ് സെഡ്. അപ്പൊ നിങ്ങൾ വിരലുകൾ, റൈറ്റ് ഹാൻഡിന്റെ വിരലുകളെല്ലാം ഈ ഡയറക്ഷനിൽ പിടിച്ചിട്ട് വൈയുടെ ഡയറക്ഷനിലേക്ക് കേൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തമ്പ് സെഡിന്റെ ഡയറക്ഷനിലായിരിക്കും വരിക. ഓക്കെ, അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ ജെ ക്രോസ് കെ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വൈയിൽ നിന്നും സെഡിലേക്കാണ് കേൾ ചെയ്യിക്കേണ്ടത്. ഓക്കെ, വൈയിൽ നിന്ന് സെഡിലേക്ക് കേൾ ചെയ്യിക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും തമ്പ് വരിക? ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ജെ ക്രോസ് കെ ഈസ് ഐ ക്യാപ്പ് ആൻഡ് കെ ക്രോസ് ഐ എന്ന് പറയുന്നത്, കെ ക്രോസ് ഐ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടായിരിക്കും കിട്ടുക? ജെ ക്യാപ്പിന്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇപ്പം ഞാൻ ഐ ക്രോസ് ജെ ചെയ്തപ്പോഴാണ് എനിക്ക് മേളിലേക്കാണ്, അതായത് പോസിറ്റീവ് സെഡിന്റെ ഡയറക്ഷനിലാണ് കിട്ടിയത്. ഞാൻ തിരിച്ചായിരുന്നു ചെയ്തതെങ്കിലോ, വൈയിൽ നിന്നും സെഡിലേക്കായിരുന്നു കേൾ ചെയ്തതെങ്കിൽ, അതായത് ജെ ക്രോസ് ഐ ആയിരുന്നു ചെയ്തതെങ്കിൽ എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ വരിക? അതായത് വൈയുടെ ഡയറക്ഷനിൽ കൈ പിടിച്ചിട്ട് സെഡിന്റെ ഡയറക്ഷനിലേക്ക് കേൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും തമ്പ് അപ്പോൾ താഴേക്കായിരിക്കും. വിച്ച് മീൻസ് ജെ ക്രോസ് ഐ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് സെഡിന്റെ ഡയറക്ഷനിലാണ്. സോ ജെ ക്രോസ് ഐ ചെയ്താൽ നമുക്ക് മൈനസ് കെ ക്യാപ്പ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെ കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്താൽ മൈനസ് ഐ ആയിരിക്കും, ആൻഡ് ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്താൽ മൈനസ് ജെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ക്രോസ് പ്രോഡക്റ്റ് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഐ ക്രോസ് ജെ ഇസ് നോട്ട് ഈക്വൽ ടു ജെ ക്രോസ് ഐ. അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുണ്ട്. സോ ക്രോസ് പ്രോഡക്റ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. A cross B is equal to minus of B cross A ആണ്. ഓക്കെ, അപ്പം ഈ ഐ ജെ കെയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു എപ്പോഴാണ് പോസിറ്റീവ് ഡയറക്ഷൻസ് മാത്രം വരുന്നത്, എപ്പോഴാണ് നെഗറ്റീവ് ഡയറക്ഷൻസ് മാത്രം വരുന്നതെന്ന് അറിയാൻ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ മതി. അതായത് ഐ ജെ ആൻഡ് കെ. ഓക്കെ, ഐയിൽ നിന്നും ജെയിലേക്ക് പോകുമ്പോൾ കെ കിട്ടും, പോസിറ്റീവ് കെ. ജെ ക്രോസ് കെ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഐ ക്യാപ്പ്, ആൻഡ് കെ ക്രോസ് ഐ ചെയ്യുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നിങ്ങൾ ക്രോസ് എടുക്കുന്നതെങ്കിൽ ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ, കെ ക്രോസ് ഐ, നിങ്ങൾക്ക് പോസിറ്റീവ് ഡയറക്ഷൻസ് ആയിരിക്കും കിട്ടുക. ഈ ഡയറക്ഷൻ തിരിഞ്ഞാൽ, ഓക്കെ, അതായത് ഇതിപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ പോസിറ്റീവും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നാൽ നെഗറ്റീവ് ആക്സിസുകളായിരിക്കും കിട്ടുക. ഓക്കെ, നെഗറ്റീവ് ഡയറക്ഷൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം അതൊരു സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു വേറൊരു റിസൾട്ടാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ? ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ആണ്. ഓക്കെ, അതായത് ക്രോസ് പ്രോഡക്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. ഓക്കെ, അതായത് എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആണ്. അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും നമ്മൾ ഇത് ഡോട്ട് പ്രൊഡക്റ്റിനും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒരു ടേബിൾ പോലെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെച്ച് പഠിച്ചാൽ എളുപ്പമായിരിക്കും ഓരോന്നിനും കേസിൽ. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്.
പിന്നെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിന്റെ കേസിൽ ഒരു കാര്യം പഠിച്ചിരുന്നു, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റിന്റെ കേസിലും പറയാൻ പറ്റും ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ, ഫ്രം ഡെഫിനിഷൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് എടുക്കാം. അതിൽ നിന്നും തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ്, ഓക്കെ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. ഓക്കെ, എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ന്യൂമറേറ്ററിൽ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ കാരണം നമുക്ക് തീറ്റ സൈൻ ഇൻവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് 1/2 അങ്ങനെയൊക്കെ വാല്യൂസ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, അത് എ ക്രോസ് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വെക്ടറായി പോകും. അപ്പം അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റിൽ നമ്മൾ ഇതുപോലെ ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് ഇട്ടില്ലായിരുന്നു. കാരണം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു റിയൽ നമ്പർ ആണ്. അപ്പം ഇവിടെ നമ്മൾ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കേണ്ടത് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പം നമുക്ക് തീറ്റ സൈൻ ഇൻവേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പം ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സെയിം ആസ് സ്കെലാർ പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എ ആൻഡ് ബി എന്ന് പറയുന്ന വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണ് എങ്കിൽ, അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് എങ്കിൽ, ഓക്കെ, എ ആൻഡ് ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ് എങ്കിൽ ദെൻ ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, എ ആൻഡ് ബി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഇഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണെങ്കിൽ, ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ട്സ് ആണ്. ചിലപ്പോൾ MCQ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിളും ഏരിയ ജസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ വെക്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബിയും പാരലോഗ്രാം ആണ് എങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിരിക്കണം എയും ബിയും, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അഡ്ജസൻറ്റ് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഫ്രം ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിലാണ് എങ്കിൽ, അതായത് എ എന്ന് പറയുന്ന വെക്ടർ ഇസ് ഗിവൺ ആസ് a1 i cap പ്ലസ് a2 j cap പ്ലസ് a3 k cap, ബി എന്ന് പറയുന്നത് b1 i cap പ്ലസ് b2 j cap പ്ലസ് b3 k cap. ഈ രീതിയിലാണ് കമ്പോണന്റ് ഫോംസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാറ്. യൂഷ്വലി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഡിറ്റർമിനന്റ്. അതായത് ijk, ഫസ്റ്റ് റോ ഈസ് ijk, സെക്കൻഡ് റോ ഫസ്റ്റ് വെക്ടറിന്റെ കമ്പോണൻസ്, തേർഡ് റോ സെക്കൻഡ് വെക്ടറിന്റെ കമ്പോണൻസ്. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എ ക്രോസ് ബി കിട്ടും. ഓക്കെ, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സാംസ് MCQന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലഗ്രാഞ്ചസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലഗ്രാഞ്ചസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എയുടെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ബിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ മൈനസ് എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമുക്ക് വെക്റ്റർ പ്രോഡക്റ്റിന്റെ മെയിൻ ആയിട്ട് അറിയേണ്ട റിസൾട്ട്സ്. അപ്പം ഇനി നെക്സ്റ്റ് ഇതേപോലെ
സോ നെക്സ്റ്റ് ഇനിയുള്ളതാണ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആൻഡ് വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആദ്യം നോക്കാം. സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ബി ആൻഡ് സി. ഓക്കെ, 3 വെക്റ്റേഴ്സ് എ ബി സി ഉണ്ടെങ്കിൽ അവരുടെ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് എ ക്രോസ് ബി ഡോട്ട് സി. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചിട്ടുള്ള അത് നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോമിൽ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എ ക്രോസ് ബി ഡോട്ട് സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബി ക്രോസ് സി ഡോട്ട് എ വിച്ച് ഈസ് ഈക്വൽ ടു സി ക്രോസ് എ ഡോട്ട് ബി. ഓക്കെ, അതായത് എങ്ങനെയാണ് ഓർഡർ ചേഞ്ച് ചെയ്താലും അവരെങ്ങനെയാണ് ഈക്വൽ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിനെ തന്നെ ആ ബോക്സ് ഫോമിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും ബോക്സ് ഫോം, അപ്പം ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ബോക്സ് ഫോമാണ് അത്. ഇറ്റ് ഇസ് ഈക്വൽ ടു ബി സി എ വിച്ച് ഇസ് ഈക്വൽ ടു സി എ ബി. ഓക്കെ, ആ ബോക്സ് ഫോമും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ക്രോസ് ബി ഡോട്ട് സി എന്ന് പറയുന്നതിന് വേറെ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും ഓർഡർ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി അത് ഈക്വൽ ആണ്. അപ്പം ഇത് 2019 ജാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് ഈ ഫോം ആയിരുന്നു. ഓക്കെ, വെക്ടേഴ്സിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഫോം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓപ്ഷനിൽ ഇതിന് ഇറ്റ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് എന്നും പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഈ ഫോം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ് മാത്രം നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പ്രോപ്പർട്ടീസ് മാത്രം. ഓക്കെ, അപ്പം ഇത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ഡോട്ട് സി ക്രോസ് ബി. കാരണം ബി ക്രോസ് സി എന്ന് പറയുന്നതും സി ക്രോസ് ബി എന്ന് പറയുന്നതും ഒരു കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ വരും. Okay, which is equal to minus b dot a cross c which is equal to minus c dot b cross a. ഇതെല്ലാം ഈ ആദ്യത്തെ പ്രോപ്പർട്ടീസ് നിന്നൊക്കെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കൊരു സ്കേലാർ കൂടെ ഉണ്ട് എങ്കിൽ ഓക്കെ എ ബി സി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലാംഡ പുറത്തെടുത്തിട്ട് നോർമൽ ട്രിപ്പിൾ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, ഇനി കമ്പോണന്റ് ഫോമിലാണ് നമുക്ക് വെക്ടേഴ്സ് തന്നിട്ടുള്ളത് എങ്കിൽ, അതായത് എ ബി സി എന്ന് പറയുന്ന വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ. ഇപ്പോൾ കമ്പോണന്റ് ഫോം എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കമ്പോണന്റ് ഫോംസ് ഉണ്ട്. അതായത് A1 I ക്യാപ് പ്ലസ് A2 J ക്യാപ് പ്ലസ് A3 K ക്യാപ് അങ്ങനെ എ എഴുതുന്നത് അത് എയുടെ കമ്പോണന്റ് ഫോം. അതുപോലെ ബിയും സിയും എല്ലാം കമ്പോണന്റ് ഫോമിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്ന ട്രിപ്പിൾ പ്രോഡക്റ്റിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ
കമ്പോണൻറ്റ് ഫോംസിൽ വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് പ്രോഡക്റ്റ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൻ്റെ കാര്യം. ഇനിയുള്ളതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൻ്റെ അത്ര പ്രോപ്പർട്ടീസും കാര്യമൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. അതായത് എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്നതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. മൂന്നും ക്രോസ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ ഇസ് എ ഡോട്ട് സി ബി മൈനസ് എ ഡോട്ട് ബി സി. ഓക്കെ, എ ഡോട്ട് സി ചെയ്താൽ നമുക്കൊരു റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക, അതേ ഇൻറ്റു ബി ചെയ്യുക. ആൻഡ് എ ഡോട്ട് ബി ചെയ്താൽ നമുക്കൊരു റിയൽ നമ്പർ കിട്ടും, അതേ ഇൻറ്റു സി ചെയ്യുക. ഓക്കെ, ഇതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഈ ഒരു ഡെഫിനേഷൻ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റും വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റും എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാവുന്ന ഒരു കൺസെപ്റ്റാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സും ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്റ്റേഴ്സും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, ലെറ്റ്സ് സേ നമ്മുടെ അടുത്ത് ഒരു സെറ്റ് ഓഫ് നോൺ സീറോ വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, A1 A2 A3 AN അങ്ങനെ ഒരു സെറ്റ് ഓഫ് നോൺ സീറോ വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവര് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ, ഓക്കെ, ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ നമ്മൾ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ, ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ വെക്റ്ററിനെയും നമ്മളൊരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ലീനിയർ ആയിട്ട് അതുകൊണ്ടാണ് ഒരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവരെ നമ്മൾ സ്കെയിൽ ചെയ്യല്ലേ. അപ്പം അങ്ങനത്തെ സ്കേലാർ മൾട്ടിപ്പിൾ എടുത്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോഴാണ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നത്. ആ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ നമ്മൾ x1 x2 അങ്ങനെ x1 x2 അങ്ങനെ xn ഇത്രയും സ്കേലാർസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് x1 a1 പ്ലസ് x2 a2 പ്ലസ് x3 a3 നമ്മൾ ഇങ്ങനെ എടുത്തു ടിൽ xn an വെക്ടർ. ഓക്കെ, ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0. ഓക്കെ, ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 if and only if x1 equal to x2 equal to xn equal to 0. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് നോൺ സീറോ വെക്റ്റേഴ്സ് ഉണ്ട് ആൻഡ് സ്കേലാർസ് ഉണ്ട്. ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആകുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഓൾ സ്കേലേഴ്സ് ഈക്വൽ ടു 0. അതായത് ആ സ്കെയിലേഴ്സ് 0 ആകുന്നത് കൊണ്ട് മാത്രം ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആവുകയാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെ അവർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണ് എന്ന് പറയും. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഈക്വൽ ടു 0 ആണ് ആൻഡ് വിച്ച് ഇംപ്ലൈസ് ആൻഡ് അത് ഇറ്റ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്കെയിലർ 0 ആകുന്ന കേസിൽ മാത്രമാണ് ഇത് നടക്കുന്നതെങ്കിൽ നമ്മൾ ഈ വെക്റ്റേഴ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയും. പക്ഷെ അത് സെയിം ടൈം ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകണമെങ്കിൽ ദർ എക്സിസ്റ്റ് സം സ്കേലാർ അല്ലെങ്കിൽ സ്കേലാർസ്. ഓക്കെ, xi നോട്ട് ഈക്വൽ ടു 0, സം ഒരു ഏതെങ്കിലും ഒരു സ്കേലാർ നോട്ട് ഈക്വൽ ടു 0 ആവുന്നു. ആ കേസിൽ ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈക്വൽ ടു ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏതൊക്കെയോ വെക്റ്റേഴ്സ്, ഈ A1 A2 A3 ഏതൊക്കെയോ വെക്റ്റേഴ്സ് ഡിപ്പെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ സ്കെയിലർ 0 എല്ലാ സ്കെയിലേഴ്സും 0 ആകാഞ്ഞിട്ടും ആ ലീനിയർ കോമ്പിനേഷൻ 0 ആയത്. ഓക്കെ, അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നു മീൻസ് ഒരു വെക്റ്റേഴ്സും തമ്മിൽ
ഡിപ്പെൻഡൻ്റ് അല്ല, ഈ ഒരു വെക്ടേഴ്സും തമ്മിൽ ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ അവർ ലീനിയർ കോമ്പിനേഷൻ 0 ആകുന്നത് സ്കെയിലേഴ്സ് 0 ആവുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ അതിനർത്ഥം ഏതൊക്കെയോ സ്കെയിലേഴ്സ് നോൺ സീറോ ഉണ്ട്, ബട്ട് എന്നിട്ടും ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആകുന്നു. അതിനർത്ഥം ഏതൊക്കെയോ വെക്ടേഴ്സ് അവിടെ ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെയും ഡിപ്പെൻഡൻറ്റിൻ്റെയും ആ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കി നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്തായാലും ഇതുവരെ ഈ പോർഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ആവശ്യമുള്ള തിയറിയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കേലാർ പ്രോഡക്റ്റ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മുടെ ജസ്റ്റ് റൊട്ടേഷൻ എന്നൊക്കെ ക്വസ്റ്റനിൽ വരുന്നുണ്ടെങ്കിലും ബട്ട് അത് സിംപ്ലി മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യമായിരുന്നു അവിടെ ചെയ്യാനുണ്ടായിരുന്നത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെല്ലാം തന്നെ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ സുഖമായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുകയാണ്, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലനേഷൻസ് കേട്ട് നോക്കുക, സ്വന്തമായിട്ടൊന്ന് നോട്ട് എഴുതി ഒന്ന് ചെയ്ത് നോക്കുക കാര്യങ്ങൾ, അപ്പം ക്ലിയർ ആകും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം.